ഹായ്, ഞാൻ സുധാ മഴമേഘം. കുറെ നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. ഇന്ന് നമ്മൾക്ക് സിമ്പിളായിട്ട് മുരിങ്ങയും പരിപ്പും ചേർന്ന കറി ഉണ്ടാക്കി നോക്കാം. ഇനി നമ്മൾ പൊളിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. ഇവിടെ എല്ലാം സിമ്പിളാണ്. മുരിങ്ങ നല്ല പിഞ്ച് മുരിങ്ങയാണ്. തേങ്ങ, ജീരകം, കുരുമുളക് ഇതെല്ലാം ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, കടുക്, ചുവന്ന മുളക്. ഇനി നമ്മൾക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായില്ലേ? നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് കടുകും മുളകൊക്കെ ഒന്ന് താളിച്ചെടുക്കാം. എല്ലാം ആവശ്യത്തിന് ഇട്ടാൽ മതി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. നന്നായിട്ട് ആ എണ്ണയിൽ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പ് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, നല്ല മൈ പോലെ വെന്തിട്ടുണ്ട്. അതിനെ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ തേങ്ങ, ജീരകവും കുറച്ച് കുരുമുളകും ചേർന്ന് നന്നായി അരച്ചതാണ്. ഇതിന് നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം വേണം. അപ്പം നമ്മൾക്ക് തേങ്ങ അരപ്പ് കഴുകിയെടുത്ത വെള്ളമാണിത്. ഇത് നമ്മൾക്ക് ഇതിലൊഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളമൊക്കെ വെച്ച് നോക്കിയിട്ട് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ ചാറ് നന്നായിട്ട് തിളച്ച് ആ മുളക് മണമൊക്കെ ഒന്ന് പോയി കിട്ടണം. അതിന് ശേഷം ബാക്കി കാണിച്ചു. നന്നായി തിളച്ച് ആവി പോകുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കിയ ശേഷം മുരിങ്ങയിട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് മുരിങ്ങിയിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറും നഷ്ടപ്പെടില്ല, അതിനൊരു കയ്പ്പുണ്ടാവില്ല, അത്രയും രുചിയും ഉണ്ടാകും. നല്ല ഫ്രഷായിരിക്കും ആ ടേസ്റ്റ്. നിങ്ങൾ അതുപോലെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ ഇനിയും വരുന്നതാണ്. നമ്മുടെ ഇവിടെ എല്ലാം സിമ്പിളാണല്ലോ. നിങ്ങളെല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നമ്മുടെ നാടൻ മുരിങ്ങയും പരിപ്പും കൂടെ ചേർത്തിട്ട കറി ഇവിടെ സെറ്റ്. നല്ല മട്ടയരി ചോറ് ഇപ്പോൾ വാർത്തെടുത്തുള്ളൂ. നന്നായി വെന്തിട്ടുണ്ട്. നല്ല ചൂട്. ഈ മുരിങ്ങയുടെ മണമൊക്കെ കേൾക്കുമ്പോൾ ഒരു സൂപ്പിൻ്റെയൊക്കെ ഒരു ഫീലാണ്. ഇത് വെറുതെ ഒരു ബൗളിലൊക്കെ എടുത്തിട്ട് ഈ മുരിങ്ങ നമുക്ക് ചാറായിട്ട് കുടിക്കുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ സുധാ മഴമേഘത്തിൻ്റെ സ്പെഷ്യൽ മാങ്ങ ഉണക്കിയത് കൊണ്ടുണ്ടാക്കിയ അച്ചാർ. ചില ഭാഗങ്ങളിൽ ഇത് അടമാങ്ങ എന്ന് പറയാറുണ്ട്. നല്ല കിടിലൻ അച്ചാറാണ്. നോക്കിയേ, കണ്ടോ, ഇത് നന്നായി വെന്തിട്ടുണ്ട്. കിടിലൻ എന്താ കണ്ടോ, അതിൻ്റെ ഗ്രേവി കണ്ടോ, തിക്ക് നമ്മുടെ ഇഞ്ചിക്കറി പോലെയൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ അച്ചാറും ഈ മുരിങ്ങയും പരിപ്പും ചാറും ഈ മട്ടയരി ചോറും കൂടെ ഒരു പിടി പിടിക്കാം. ഓക്കെ, എന്താ ഭംഗി നോക്കിയേ. നിങ്ങളും കഴിച്ചോളൂ. വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കാം. ഒരു മുരിങ്ങ മരം വെക്കുക പറഞ്ഞാൽ അത്ര കഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.